ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ലളിതം സാഹസ്രികത്തിലേക്ക് ആദരവോടെ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ ദശമി ശ്ലോകഃ. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോ അസ്തിഷ്ഠ കാമധോക്. യജ്ഞത്തോടുകൂടെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് പണ്ട് പ്രജാപതി പ്രകാരം പറഞ്ഞു: ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കുവിൻ, ഇത് നിങ്ങൾക്ക് ഇഷ്ടം തരുന്ന കാമധേനുവായി തീരട്ടെ. യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത്. നാമത്തിലേക്ക് വരാം. നാമം 524. മജ്ജാ സംസ്ഥ. മജ്ജയിൽ സമ്യക്കായിട്ട് സ്ഥാനം കൊണ്ടിരിക്കുന്ന ശക്തിയെ മജ്ജാ സംസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. മജ്ജ എന്നാൽ വാക്കർത്ഥം നോക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്, മുങ്ങുന്നത് എന്നൊക്കെ പറയാട്ടോ. അർത്ഥവ്യാഖ്യാനത്തിൽ പങ്കുവയ്ക്കുന്ന പ്രകൃതം, കൂടിച്ചേർന്നിട്ടുള്ളതിൽ മഗ്നമായിട്ടിരിക്കുന്നവൾ, മജ്ജസ്സിൽ അവസാനിച്ചിട്ടുള്ളവൾ എന്നൊക്കെയാണ് എടുക്കേണ്ടത്. പങ്കുവയ്ക്കുന്ന പ്രകൃതം എന്നൊരു ദാർശനികമായ അർത്ഥമാണ്. നോക്കിക്കോളൂ, മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കേണ്ട ഒരു ഗുണം കൂടിയാണ് ഈ പങ്കുവയ്ക്കൽ, അല്ലേ? എല്ലാം തനിക്ക് തന്നെ എന്നുള്ള ചിന്ത പാടില്ല. കിട്ടിയത് മൊത്തം സ്വന്തമാക്കാനല്ല, മറിച്ച് അത് പങ്കുവയ്ക്കുവാൻ കൂടെ ഉത്സുകതയായിട്ടിരിക്കുന്നവരെയാണ് ഈ നാമത്തിലൂടെ നമ്മൾ കാണേണ്ടത്. സമൂഹ ജീവികളായ മനുഷ്യവർഗം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടതെന്നും എന്തൊക്കെ ഗുണങ്ങളെ അവർ ഉൾക്കൊള്ളണമെന്നും ഓരോരോ നാമങ്ങളും നമ്മെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ചര്യകളാണ് ഇതിലൂടെയൊക്കെ അനാവൃതമായിരിക്കുന്നത്. നാം ആരാധിക്കുന്ന ദേവി അങ്ങനെ തന്നെയാണ്. എല്ലാം പങ്കുവയ്ക്കുന്നതിലാണ് ദേവിക്കും ശ്രദ്ധ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ മജ്ജ എന്ന ധാതുകൾ നോക്കാം. ശരീരത്തിലെ അസ്ഥിക്കുള്ളിൽ വസിക്കുന്ന 6-ാം ധാതുവാണ് മജ്ജ. എല്ലിനുള്ളിലെ മൃദുവായിട്ടുള്ള കൊഴുത്ത കലയെയാണ് സാധാരണയായിട്ട് മജ്ജ എന്ന് വിളിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യ ശരീരത്തിൽ ശരാശരി 12 പലം മജ്ജയാണ് എന്നാണ് കണക്ക് പറയുന്നത്. ചെമ്മന്നതും മഞ്ഞയുമായിട്ട് 2 തരത്തിലുള്ള മജ്ജകൾ 2 തരത്തിലുള്ള രക്താണുക്കളെയാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ സയൻസാണേ. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ പ്രധാന പങ്ക് വഹിക്കുന്നതും മജ്ജ തന്നെയാണ്. ഗർഭോപനിഷത്ത് പ്രകാരം പ്രകൃതിയിൽ നിന്ന് രസവും, രസത്തിൽ നിന്ന് രക്തവും, രക്തത്തിൽ നിന്ന് മാംസവും, മാംസത്തിൽ നിന്ന് മേധസ്സും, മേധസ്സിൽ നിന്ന് സ്നായു. ഈ സ്നായു എന്ന് പറഞ്ഞാൽ അസ്ഥികളുമായിട്ടും അസ്ഥികളെ മാംസവുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു സംയോജന കല. അവിടെ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയതാണ്. ലിഗമെൻ്റ് എന്ന് പറയും. സ്നായുവിൽ നിന്ന് അസ്ഥിയും, അസ്ഥിയിൽ നിന്ന് മജ്ജയും, മജ്ജയിൽ നിന്ന് ശുക്ലമോ അണ്ഡമോ അവയുടെ സംയോജനത്തിൽ നിന്ന് ജീവനും ഉണ്ടാകുന്നു. ഇത്രയും ശാസ്ത്രീയമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ തത്വം ഒന്ന് നോക്കാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആഗിരണ പ്രക്രിയയെ ഇതിലൂടെ പ്രസ്താവിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. അസ്ഥി സംസ്ഥിത എന്ന നാമത്തിൽ തേജസ്സിൻ്റെ സ്ഥൂല മധ്യ സൂക്ഷ്മരൂപങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന അസ്ഥിമജ്ജ വാക്കുകളെ പറ്റി പ്രസ്താവിച്ചതും ഇവിടെ ഓർക്കണം കേട്ടോ. ഒരു ജീവൻ്റെ തൊട്ടു താഴെയാണ് മജ്ജയുടെ സ്ഥാനം. സാധാരണഗതിയിൽ മജ്ജയ്ക്ക് അസുഖങ്ങൾ പിടിപെടാറില്ല എന്നാണ് പറയുക. പക്ഷേ അസുഖങ്ങൾ പിടിപെടുകയാണെങ്കിലോ ചികിത്സയും കഠിനമാണ്. പ്രത്യേകിച്ച് ഒരു ചികിത്സയിൽ നിന്ന് മോചനം അത്ര എളുപ്പം സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള മജ്ജാധാതുവിൽ കൽപ്പിച്ചിരിക്കുന്ന ശക്തി സാന്നിധ്യം എങ്ങനെയുള്ളതാണ് എന്ന് ഇനി വരുന്ന നാമങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കഥ നോക്കുമ്പോഴോ, മഹാപത്മം എന്ന അടവിയിൽ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ദേവിയെ പ്രകൃതിയിൽ അവഗാഹമുള്ളവൾ എന്ന അർത്ഥത്തിലൂടെ ആ വാഗ്ദേവത സംബോധന ചെയ്യുകയാണ്. മജ്ജയ്ക്ക് കാതൽ എന്നൊരർത്ഥമുണ്ട് കേട്ടോ. ഈ പ്രകൃതിയുടെ തന്നെ കാതലായിട്ട് വർത്തിക്കുന്ന ദേവി പ്രകൃതിക്ക് മജ്ജാസംസ്ഥ തന്നെയാണ്. ദേവി കാന്താരവാസിയാണല്ലോ അവിടെ. അപ്പോൾ പ്രകൃതിയുടെ മുക്കും മൂലയും രുചിയും രുചിഭേദവും എല്ലാം ആ ദേവിക്കറിയാം.
അവിടെ ദേവി ഏതു ശിക്ഷണം നൽകുവാൻ എത്തിയിരിക്കുന്നതെന്നും അവിടെയുള്ള ദേവിയുടെ പ്രധാന ശിഷ്യകൾ ആരാണ് എന്നതൊക്കെ അടുത്ത നാമത്തിലൂടെ മനസ്സിലാക്കാം. പ്രകൃതിയുടെ കാതൽ അതിലെ ഓരോരോ ജീവജാലങ്ങളും തന്നെയാണല്ലേ, അതിനപ്പുറം ഒന്നും പ്രകൃതിക്കില്ല. പ്രകൃതിയാകുന്ന തടിക്ക് വാർഷിക വലയങ്ങൾ ചേർക്കുന്നതും അതിൻ്റെ ജീവജാലങ്ങൾ തന്നെയാണ്. അങ്ങനെ മാത്രമാണ് നമ്മുടെ പ്രകൃതി ശക്തിമത്തായിട്ട് തീരുന്നത്. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത എന്തായിരിക്കണം? പങ്കുവയ്ക്കലായിരിക്കണം. ഉള്ളത് പങ്കുവയ്ക്കുന്നതിലുള്ള സന്തോഷമായിരിക്കണം ഈ നാമത്തിലെ ചിന്ത. നമസ്കാര ശബ്ദം. ഓം മജ്ജാസംസ്ഥായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.